ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇസ്രായേലിന്റെ ആ ഭരണ ചരിത്രത്തെക്കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും പല കാര്യങ്ങള് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. ശലോമോന് ശേഷം രാജ്യം രണ്ടായി വിഭാഗിക്കപ്പെട്ടു. വടക്കേ രാജ്യം അഥവാ 10 ഗോത്രങ്ങൾ, അതിന്റെ തലസ്ഥാനങ്ങൾ പിന്നീട് ശേഖേം, തിർസ, ശമരിയ തുടങ്ങിയ ഇടങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തെക്കേ രാജ്യം യഹൂദ, 2 ഗോത്രങ്ങൾ, യഹൂദയും ബെന്യാമീനും അടങ്ങുന്ന 2 ഗോത്രങ്ങൾ, അതിന്റെ തലസ്ഥാനം യെരുശലേമായിട്ടും ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വടക്കേ രാജ്യത്തില് അവിടെ 19 രാജാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ ഒരാൾ പോലും ദൈവഭയം ഉള്ളവനായിരുന്നില്ല എന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചിട്ടുണ്ട്. തെക്കേ രാജ്യത്തില് ചുരുക്കം ചിലർ, അവിടെ 20 രാജാക്കന്മാരുണ്ടായിരുന്നു, ചുരുക്കം ചിലര് ദൈവഭയത്തിൽ ഭരണം നടത്തിയതായിട്ടും നമുക്ക് കാണാം. വടക്കേ രാജ്യത്തിലെ ആദ്യ രാജാവാണ് യൊരോബെയാം. തെക്കേ രാജ്യത്തിലെ ആദ്യ രാജാവാണ് ശലോമോന്റെ മകനായ രെഹബെയാം എന്നും നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ശലോമോൻ മില്ലോം പണിയുമ്പോൾ പണിയുടെ മേൽവിചാരകനായിരുന്നു യൊരോബെയാം. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 11:28 പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യഹൂദയുടെ മേൽക്കോയ്മയും ശലോമോന്റെ നികുതി പിരിവും കാരണം ഉത്തര ഗോത്രങ്ങള് ശലോമോനോട് അതൃപ്തരായിരുന്നു എന്നതാണ്. അഹിയ പ്രവാചകൻ 10 ഗോത്രങ്ങൾ തന്റെ ഭരണത്തിൽ ലഭിക്കുമെന്ന് താന് യൊരോബെയാമിനോട് പ്രവചിച്ചതായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 11:29 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യൊരോബെയാം മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ശലോമോൻ അവനെ കൊല്ലുവാനായിട്ട് പിന്നീട് പ്ലാനിടുകയും തന്മൂലം അവൻ മിസ്രയീമിലേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്ന ചരിത്രമാണ് പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ശലോമോന്റെ മരണശേഷം പുത്രനായ രെഹബെയാം രാജാവായി. തുടർന്ന് യൊരോബെയാം മിസ്രയീമിൽ നിന്ന് മടങ്ങി വന്ന് ഇസ്രായേൽ സഭയുമായി രെഹബെയാമിനോട് സംസാരിക്കുന്നതായിട്ടാണ് പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ വന്ന് രെഹബെയാമിനോട് അഥവാ ശലോമോന്റെ മകനോട് പറഞ്ഞു, നിന്റെ അപ്പൻ ഞങ്ങൾക്ക് ഭാരമുള്ളതായ നികുതി ചുമത്തി അത് കുറച്ചു തരയണം എന്നവർ അപേക്ഷയുമായിട്ട് ചെന്നപ്പോൾ താന് 3 ദിവസം കഴിഞ്ഞു വാ എന്ന് അവരെ പറഞ്ഞ് അയച്ചിട്ട് വൃദ്ധന്മാരോട് താന് ആലോചിച്ചു. എന്നാൽ വൃദ്ധന്മാർ പറഞ്ഞു, അവരെന്നും നിനക്ക് അടിമകളായിരുന്നുകൊള്ളും. അവർ പറയുന്നത് നീ അങ്ങ് അനുസരിച്ച് അല്ലെങ്കിൽ ലഘുവാക്കി കൊടുക്ക് എന്നുള്ളതായ സതുപദേശം വൃദ്ധന്മാർ അവർക്ക് നൽകി. എന്നാൽ അത് താന് കൂട്ടാക്കാതെ തന്നോടൊപ്പമുള്ളതായ ആ യൗവനക്കാരോട് താൻ വീണ്ടും ആലോചന ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, നീ ഇനി അവർ മടങ്ങി വരുമ്പോൾ അവരോട് പറയേണ്ടത്, എന്റെ അപ്പന്റെ ചെറുവിരലിന്റെ വണ്ണം അപ്പന്റെ അരയേക്കാൾ വലുതായിരിക്കും. അതേപോലെ എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് പീഡിപ്പിച്ചുവെങ്കിൽ, ഭാരം കൂട്ടിയെങ്കിൽ നിങ്ങളുടെ നുഖത്തിന് ഞാൻ ഭാരം കൂട്ടും, അത് തേളുകൊണ്ടും മറ്റുമൊക്കെ ഞാൻ ഭാരം കൂട്ടും എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പിന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇവർ 2 ഗോത്രങ്ങളായിട്ട് പിരിയേണ്ടി വരുന്നതായ ചരിത്രമാണ് ദൈവവചനം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവഹിതപ്രകാരം പോയിരുന്നുവെങ്കിൽ ഇപ്രകാരമുള്ളതായ തകർച്ചകളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. 2 പിന്നീട് കാണുവാൻ കഴിയുന്നത് വഷളത്വങ്ങൾ, വിഗ്രഹാരാധനകള്, അസന്മാർഗീയത്വങ്ങൾ, കൊലപാതകങ്ങൾ,
ഇതെല്ലാമാണ് ഈ രണ്ട് രാജ്യങ്ങളിലും പിന്നീട് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ രണ്ടിടത്തുമുണ്ടായിരുന്ന ഏറിയ പങ്ക് രാജാക്കന്മാരും അവര് കൊല ചെയ്യപ്പെടുകയോ ആത്മഹത്യ ചെയ്യപ്പെടുകയോ അവരുടെ രാജ്യം നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ചരിത്രങ്ങൾ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നാം ചിന്തിക്കേണ്ടതായ കാര്യം, ഇന്നും ഇതാണ് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ആത്മീകമായ ആലോചനകൾക്ക് പകരമായിട്ട് കായികമായി പലതും നേരിടുവാനായിട്ട് നോക്കുന്നത് കൊണ്ട് കായിക ബലമുള്ള യൗവനക്കാര് അല്ലെങ്കിൽ ഇലക്ഷനിലൂടെയും മറ്റുമൊക്കെ കയറി വരുന്ന അപ്രകാരമുള്ളതായ ആളുകൾ ഒക്കെ എവിടെയായിരുന്നാലും ദൈവാലോചനയില്ലാതെ അവരെ ഭരണം നടത്തുന്നതിന്റെ ഫലമായിട്ട് രാഷ്ട്രങ്ങളാകട്ടെ ആത്മീക ഗോളങ്ങളാകട്ടെ ഇതെല്ലാം തകർന്ന് തരിപ്പണമാകുകയും ഒരു ചെറിയ കാലഘട്ടം പിടിച്ചു നിൽക്കുമെങ്കിലും അല്പകാലം കഴിയുമ്പോൾ ഇങ്ങനെയുള്ളവരുടെയൊക്കെ വലിയ അധപ്പതനമാണ് അത് ലോകത്തിലായിരുന്നാലും ആത്മീയ ഗോളത്തിലായിരുന്നാലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ അതിനെ ചീരത്തോട്ടമാക്കുവാനായിട്ട് കൊതിക്കുന്നതായ ആഹാബിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആ നാബോത്തിനെ കൊല്ലിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്നും ആത്മീയമായി പലരും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കിയും ഒക്കെ പണിതുകൊണ്ട് വരുന്ന പണികളെ തകർക്കുവാനും പിടിച്ചെടുക്കുവാനും ഒക്കെ നോക്കുന്ന ചില നേതൃത്വങ്ങളും ഇല്ലാതെ ഇല്ല എന്നതൊക്കെ വാസ്തവമാണ്. അതേ പ്രിയമുള്ളവരെ, സത്യത്തിനും നീതിക്കും ചിലപ്പോൾ വിലയില്ലയോ എന്ന് മനുഷ്യൻ ചിന്തിക്കും. എന്നാൽ അല്പം വൈകിയാലും എവിടെയായിരുന്നാലും സത്യവും നീതിയും വെളിപ്പെടുക തന്നെ ചെയ്യും. അത് സർവശക്തനായ ദൈവം അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് തിരുവചനത്തിൽ നമ്മൾ ഈ ചരിത്രങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നാം ആത്മീയ ഗോളത്തിലായിരുന്നാലും ലോകത്തിലെ നേതാക്കന്മാരായിരുന്നാലും അതേപോലെ വിശ്വാസി ജനമായിരുന്നാലും ദൈവത്തെ ഭയപ്പെട്ട് ദൈവഹിതമനുസരിച്ച് മുൻപോട്ട് പോകുമെങ്കിൽ അതിന്റെ അനുഗ്രഹം പ്രാപിക്കും. അതല്ല എങ്കിൽ വിതച്ചത് മനുഷ്യൻ കൊയ്യേണ്ടി വരും എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഭയത്തോടെ ദൈവവചനത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമായി. തേജസ്സോടെ നാം കാൺമാൻ കാലമായി. രാജാധിരാജൻ
മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കാന്ത